മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. ആസന്നമായ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യം മുന്നണിക്കുവേണ്ടി മലപ്പുറത്തിന്റെ ചരിത്ര വേദികയിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഓരോ മുന്നണികളും ആവേശത്തിലാണ്. അവരുടെ തെരഞ്ഞെടുപ്പ് ആവേശം അവരോട് തന്നെ ചോദിച്ചറിയാം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടമാണിപ്പോ. എന്താണ് വിജയപ്രതീക്ഷയെ കുറിച്ച് പറയാനുള്ളത്? 100% കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ ടി ബഷീർ ജയിക്കും. മുസ്ലിം ലീഗിന്റെ സ്വന്തം കോട്ട നിലനിർത്താനാവും? ഉറപ്പാണ്, യാതൊരു സംശയമില്ല. മുൻപത്തെക്കാട്ടിലും എത്ര വോട്ടുകൾ കൂടും അല്ലെങ്കിൽ ഇരട്ടിയാവും? കഴിയില്ല. കഴിഞ്ഞ തവണത്തേക്കാളും ഏതായാലും 2 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ടി ബഷീർ ജയിക്കും. ഒരുപാട് യുവതലമുറയിലെ ആളുകൾ ഒരുപാടുള്ള മണ്ഡലമാണ് ഇത്തവണ. അപ്പോൾ അവരുടെ വോട്ടുകളൊക്കെ എങ്ങനെയാണ്? അതൊക്കെ UDF. കാരണം ഇത്ര ഒരു ജീവൻ മരണ പോരാട്ടം ജനാധിപത്യത്തിന് എതിരെ, മതേതരത്വത്തിനെതിരെ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുമ്പോൾ പാർലമെൻറ്റിൽ പോയി സംസാരിക്കണം. അതിന് പഴക്കമുള്ള, കരുത്തുള്ള, പരിചയമുള്ള ടി ബഷീർ പോകണം. പുതിയ ആൾ യുവത്വം അവിടെ പോയി ട്രെയിനിങ്ങിന് പോവുക. ട്രെയിനിങ്ങിനുള്ള സമയമല്ലത്. ഇടിമുഴക്കം പോലെ ഈ മണ്ഡലത്തിന്റെ രാജ്യത്തിന് സംസാരിക്കാൻ ടി ബഷീർ പാർലമെന്റിൽ UDF എല്ലാ മണ്ഡലങ്ങളും നിലനിർത്തുന്നത് മാത്രമല്ല ചരിത്ര ഭൂരിപക്ഷത്തിനായിരിക്കും ഇത്തവണ UDF സീറ്റുകൾ നിലനിർത്തുക. കേരളത്തില് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റാണ് UDF നേടിയതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ഉൾപ്പെടെ 20 മണ്ഡലങ്ങളും UDF നേടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മഞ്ചേരിയിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റന്നാൾ തെരഞ്ഞെടുപ്പാണ്, യാതൊരു സംശയവും വേണ്ട. ഐക്യ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലം നിലനിർത്തുമെന്ന് മാത്രമല്ല അത്ഭുതകരമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം, ഒരു വിജയം UDF ഉണ്ടാവും. ഒരു തർക്കവും കാര്യത്തിലില്ല. ഈ തെരഞ്ഞെടുപ്പിലെ വിജയപ്രതീക്ഷ എങ്ങനെയാണ്? കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിനേക്കാൾ വ്യത്യസ്തമായി വലിയ വിജയപ്രതീക്ഷയിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ നിലനിൽക്കുന്നത്. ഇന്ത്യയിലാകെ ഉയർന്നു വന്ന വിഷയങ്ങളിൽ ഭരണപക്ഷ വിരുദ്ധ വിഷയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചത് ഇടതുപക്ഷമാണ്. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്കെതിരെ മുസ്ലിം ലീഗും കോൺഗ്രസും പാർലമെന്റിനകത്ത് നിന്ന് ഒളിച്ചോടിയ സമയത്തെല്ലാം അവരുടെ രക്ഷക്കായിട്ട് റോഡിനകത്തും പാർലമെന്റിലും ഒരുമിച്ച് നിന്ന് പോരാടിയിട്ടുള്ള പ്രസ്ഥാനം ഇടതുപക്ഷമാണ്, CPM ആണ്. അതുകൊണ്ട് തന്നെ മതന്യൂനപക്ഷങ്ങളും ഇന്ത്യ രാജ്യത്തെ പൊതുജനങ്ങളും നിലവിലുള്ള മോദി ഗവൺമെന്റിനെതിരെയുള്ള വികാരം ഇടതുപക്ഷത്തിലാണ്. ആ വികാരം ആ വികാരത്തിന് പ്രതികാരം തീർക്കാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നാലേ കഴിയൂ എന്നുള്ള ബോധ്യം ആളുകൾക്കുണ്ട്. മലപ്പുറം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം ലീഗിനെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച് വലിയ പ്രശ്നമായിട്ടുണ്ട്. ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള വസീഫിനെ തെരഞ്ഞെടുത്തയച്ചാൽ മാത്രമേ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ, സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ, തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ, ചെറുപ്പക്കാരുടെ പ്രശ്നം, വിദ്യാർത്ഥിയുടെ പ്രശ്നം, നാടിൻ്റെ ആകെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി നിലകൊള്ളൂ എന്നുള്ള ബോധ്യം നിലവിൽ ഈ മലപ്പുറം മണ്ഡലത്തിലാകെ വ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം മാനസികമായി തകർന്ന് അവരൊരു പ്രവർത്തനം നടത്താത്ത മാളത്തിലൊളിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. ഇടതുപക്ഷ പ്രവർത്തകർ വളരെ ചിട്ടയായി കഴിഞ്ഞ 2.5 മാസത്തോളമായി വളരെ ചിട്ടയായ പ്രവർത്തനമാണ് മലപ്പുറം മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്. അതിനുള്ള റിസൾട്ട് ഈ മലപ്പുറം ജില്ലക്കകത്ത്, മലപ്പുറം മണ്ഡലത്തിനകത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.
അപ്പൊ മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ട തന്നെ തകരുമെന്നാണ് പറയുന്നത് അല്ലേ? എങ്ങനെ? മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ട തകർക്കാനാവുന്ന പറയുന്നത്. മുസ്ലിം ലീഗിന്റെ പല പൊന്നാപുരം കോട്ടകളും തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചക്ക് സാക്ഷിയാകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ നടക്കാൻ പോകുന്നത്. 2004 TK ഹംസ ആവർത്തിച്ച അതേ ചരിത്രം വസീഫ് ആവർത്തിക്കുമെന്നാണ് പറയുന്നത്. 2004-ഉം 2024-ഉം അഭേദ്യമായ ബന്ധമുണ്ട്. ആ 2004-ലെ തെരഞ്ഞെടുപ്പ് വിജയം മലപ്പുറം ജില്ലക്കകത്ത് ആവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അത് ആവർത്തിക്കുക തന്നെ ചെയ്യും. രണ്ട് മുന്നണികളും മഞ്ചേരി നഗരത്തിലെ പ്രധാന റോഡുകളിലും NDA മലപ്പുറത്തുമാണ് പരസ്യ പ്രചരണത്തിന്റെ അവസാനഘട്ടം ആവേശമാക്കുന്നത്. നാളെ നിശബ്ദ പ്രചരണത്തിന് ശേഷം വോട്ടർമാർ ബൂത്തുകളിലേക്ക്, അതിനുശേഷം കാത്തിരുന്നു കാണാം മലപ്പുറം മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ആരെന്ന്. ക്യാമറമാൻ മുസമ്മിലിനോടൊപ്പം രജിത രാമചന്ദ്രൻ, TTV കേരള.